പാണ്ടണ്ണായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല. പണ്ടിവൻ ഒരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേൻ. പണ്ടിവൻ ഒരു കടിയാൽ ഒരു പുലിയെ. ഇന്ന് നമ്മൾ പോകുന്നത് കടലുണ്ടി ബേർഡ് സാങ്ച്വറിയിലേക്കാണ്. ഇതാണ് കടലുണ്ടി റെയിൽവേ സ്റ്റേഷൻ. നമ്മളിനി കടലുണ്ടി പാലത്തിലൂടെ നടന്നു വേണം പക്ഷി സങ്കേതത്തിലേക്ക് പോകാൻ. അങ്ങോട്ട് ബൈക്ക് യാത്ര നടക്കുന്നതല്ല. നമ്മളിപ്പോൾ റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിൽ കൂടെ നടക്കുകയാണ്. കണ്ണൂർ വണ്ടി ഇപ്പോൾ പോയതേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ കടലുണ്ടി പാലത്തിൻ്റെ സമീപത്തേക്ക് നീങ്ങുകയാണ്. ഇപ്പോൾ നമ്മൾ കടലുണ്ടി പാലത്തിൽ കൂടെയാണ് നടക്കുന്നത്. ഈ പാലത്തിലാണ് ട്രെയിൻ മറിഞ്ഞു വീണ് ഒത്തിരി പേര് മരിച്ചത്. കടലുണ്ടി പാലം. ഇതാണ് കടലുണ്ടി റിവർ. ഈ ദ്വീപിലാണ് പക്ഷി സങ്കേതം. ഇപ്പോൾ വെള്ളം കൂടുതലായതുകൊണ്ട് ഈ ദ്വീപ് വെള്ളത്തിൽ കിടക്കുകയാണ്. മരങ്ങളെല്ലാം വെള്ളത്തിനടിയിലാണ്. അതുകൊണ്ട് പക്ഷികൾ ഒന്നും കാണാനില്ല. അവിടെ അതിൻ്റെ അപ്പുറത്ത് പുറകിൽ ഒരു ദ്വീപുണ്ട്. ആ ദ്വീപിൽ കുറേ പക്ഷികൾ ഇരിപ്പുണ്ട്. അവിടുത്തെ ദൃശ്യം നമ്മൾ ഒന്നുകൂടെ നല്ലതായിട്ട് കാണിക്കാൻ ശ്രമിക്കാം. തൽക്കാലം ഇവിടെ നിന്നും വിടാം. ദേശാടന പക്ഷികൾ എത്തിയിട്ടുണ്ട്. കടലുണ്ടി ബേർഡ് സാങ്ച്വറിയിലെ ഒരു ദൃശ്യം. അതിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടെ അടുത്തു നിന്നുള്ള ദൃശ്യം തരാൻ. കൂട്ടം കൂട്ടമായി പറക്കുന്ന പക്ഷികൾ, ദേശാടന പക്ഷികൾ. ഫൈനലി വഴി കണ്ടുപിടിച്ചിരിക്കുകയാണ് ഞങ്ങൾ. കടലുണ്ടി ബേർഡ് സാങ്ച്വറിയുടെ അടുത്തത്തെ അതിമനോഹരമായ കുറേ കിളികൾ ഇവിടെ ഉണ്ട്. ആ കിളികളാണ് മുമ്പ് കൂട്ടം കൂട്ടമായിട്ട് പറക്കുന്നത് നമ്മൾ കണ്ടത്. ഇതാ പറക്കുകയാണ്. ബ്യൂട്ടിഫുൾ. ഈ പക്ഷികളുടെ പേരാണ് കരണ്ടിക്കൊക്കൻ. ഇതുകൂടാതെ പേരാക്കൊക്കൻ, കരുവാരക്കൊക്കൻ എന്ന് പറയുന്ന പക്ഷികളാണ് ഉള്ളത്. ഒറ്റയാൻ പക്ഷിയാണിത്. ബാക്കിയെല്ലാം കൂട്ടം കൂട്ടമായി വരുന്നു. കടലുണ്ടി ബേർഡ് സാങ്ച്വറിയുടെ സൈഡിലൂടെ നമ്മൾ നടക്കുകയാണ്. ആ ദ്വീപിലാണ് പക്ഷികൾ ഇരിക്കുന്നത്. കൂട്ടം ചേർന്ന് നിൽക്കുന്ന ചില പക്ഷികളാണിത്. പറന്നു പോയിരിക്കുകയാണ്. പക്ഷികളുടെ കാൽപാദങ്ങളാണിത്. ഈ കരയിലൂടെ നടന്നു പോകുന്നതാണ് ഈ പക്ഷികൾ. ഇവിടെ മീൻ ചാടിക്കളിക്കുകയാണ് വെള്ളത്തിൽ. This place is abundant with both birds, fish and God knows crocodiles maybe. പുള്ളിക്കുയിലേ പുഞ്ചക്കിനി വെള്ളം തേവണം. കള്ളിക്കുയിലേ തഞ്ചത്തില് മീനും പിടിക്കണം. വേമ്പനാട്ടുകായൽ തിരകൾ വിളിക്കുന്നു തകതിമിതിമൃതൈ. അമ്പിളി ചുണ്ടൻ വെള്ളം തുടിക്കുന്നു തകതിമിതിമൃതൈ. കടലുണ്ടി പാലത്തിൻ്റെ സൈഡിലൂടെ ഉള്ള ഒരു പാലത്തിൻ്റെ വരി കൂടെ നമ്മൾ നടക്കുകയാണ്. തൊട്ടടുത്ത് റെയിൽവേ ട്രാക്കാണ്. ആ നിർഭാഗ്യകരമായ ആ റെയിൽവേ ട്രാക്ക്. ഇവിടെ പാലം ഒടിഞ്ഞിട്ടാണ് 3-4 ബോഗികൾ വെള്ളത്തിലേക്കും ഒരു 2-3 ബോഗികൾ തൂങ്ങിക്കിടക്കുകയായിരുന്നു. ദ അൺഫെയ്റ്റ്ഫുൾ കടലുണ്ടി പാലം. ഇപ്പം നമ്മൾ കടലുണ്ടിക്ക് അടുത്തുള്ള വാക്കടവിലാണ്. കടലിലേക്ക്, അറേബ്യൻ സീയിലേക്ക് എടുത്തിയാടാൻ ഞാൻ പോവുകയാണ്. തിര 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 ചെറു തിര തുള്ളും, തിര 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 മറു തിര തുള്ളും, ചെറുകരയോളം മറുകരയോളം. ഒരു തിര തിര ഇരുതിര, തിര ചെറു തിര തിര മറു തിര. തിര കരയോട് തിരമല്ല കടലിന്റെ കഥ ചൊല്ലി, തിരയോട് കരമല്ല മലയുടെ കഥ ചൊല്ലി. ഇപ്പം നമ്മൾ മാതാപ്പുഴയിലാണ്. മാതാപ്പുഴയിൽ തോണി തുഴഞ്ഞ് നമ്മൾ പോവുകയാണ്. വളരെ വീതി കുറഞ്ഞ തോണിയാണ്. വെള്ളം നമ്മുടെ തോണിയുടെ മേൽ വരെ ഓൾമോസ്റ്റ് ഉണ്ട്. വീഡിയോ എടുക്കുന്നത് വിമലാണ്. പേടിച്ചാണ് ഇരിക്കുന്നത്. ഈ ബോട്ടിൽ നമ്മൾ സഞ്ചരിക്കുമ്പം വളരെ ശ്രദ്ധിച്ചിരിക്കണം. ഇളകാനും ആടാനൊന്നും പാടില്ല. ചേട്ടനെ നമ്മളൊന്ന്
ചേട്ടൻ നമ്മളെ ഒന്ന് റൗണ്ട് കൊണ്ടുപോയാണ്. നല്ല പച്ച വെള്ളം, മഴ പെയ്തിട്ട് ഒഴുകി വരുന്ന വെള്ളം ആയതുകൊണ്ട് കലങ്ങിയാണ് ഇരിക്കുക. കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോ പാട്ടൊന്നും പാടടി കക്കറുമ്പി അന്തിക്കൂടം കമത്തിഞ്ഞ നിളങ്ങളിലും കുടിക്കുമ്പോ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോ പാട്ടൊന്നും പാടടി കക്കറുമ്പി. നമുക്ക് തേങ്ങ കിട്ടിയിട്ടുണ്ട് വെള്ളത്തിൽ നിന്നും. എന്താണ് നാളികേരം, തെങ്ങ് ഒത്തിരി ഉണ്ടല്ലോ, അതിൽ നിന്നും വീണ തേങ്ങയാണ് ഇങ്ങനെ തോണിയിലെടുത്ത് വെച്ചിരിക്കുകയാണ്. പൊട്ടിച്ച് നമുക്ക് കരിക്കായിട്ട് മാതാപ്പുഴ കടവിൽ നിന്നും നമ്മൾ ഇക്കര കടന്നാൽ ഇതാണ് സ്ഥലം. പരപ്പനങ്ങാടി വള്ളിക്കുന്ന് കടവകൾ. നമുക്കിവിടെ നിന്ന് പോകാം. നീലപ്പൊന്മാനാണ് നിങ്ങൾ ആ കാണുന്നത്. ലൈൻ കമ്പിയിലിരുന്ന് പുഴയുടെ കാറ്റ് ആസ്വദിക്കുകയാണ്. ഇത് നമ്മുടെ തോണിയുടെ കടവുകാരൻ ചേട്ടനാണ്, സത്യൻ ചേട്ടൻ. ചേട്ടൻ തുഴയുന്നതാണ്. ചേട്ടാ, തുഴയുന്ന സാധനത്തിന് എന്തെങ്കിലും പ്രത്യേകിച്ച് പേര് പറയോ? ചുക്കാന്ന് പറയും നാടൻ ഭാഷയിൽ. ചുക്കാന്ന് പറയും. പങ്കായം അല്ലെങ്കിൽ ചുക്കാൻ എന്ന് പറയുന്നതാണ്. അത് നമ്മൾ രണ്ട് സൈഡിലും മാറി മാറി തുഴയണം. അങ്ങനെയാണ് ദിശ കിട്ടുന്നത്. നമ്മൾ ഇടത്തെ സൈഡിൽ തുഴഞ്ഞാൽ വഞ്ചി വലത്തോട്ട് പോകും. ചെറുവള്ളങ്ങളാണിത്. ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്ന വള്ളത്തേക്കാളും ചെറുതാണ്. ഇപ്പുറത്തും ബോട്ടുണ്ട്. നമ്മൾ കടവിലേക്ക് വന്നിരിക്കുകയാണ്. മാതാപ്പുഴ, മലപ്പുറം ജില്ലയിൽ ചേലാരിക്കടുത്ത്. ഇതാണ് നമ്മുടെ കടവിൻ്റെ ബൂത്ത്. ഇവിടെ ആൾക്കാർക്ക് വിശ്രമിക്കാം. അവിടെ 3 വള്ളങ്ങളുണ്ട്. അതിലാണ് മണൽ വാരുന്നത്. കാളെ പൂട്ടുന്ന യന്ത്രവും കൃഷി ചെയ്യുമ്പോൾ നിലം മറിക്കാനുള്ള പ്ലവുമാണ് കാണുന്നത്. പ്രാചീന കൃഷി ചെയ്യുന്ന രീതികൾ ഇവിടെ ഇപ്പോഴും നിലവിലാണ്. ചേലാരിക്കടുത്ത് ഉള്ളൊരു ദൃശ്യം. പക്ഷികളുടെ കാൽപാദങ്ങളാണിത്. ഈ കരയിലൂടെ നടന്നു പോകുന്നതാണ് ഈ പക്ഷികൾ 3 കാലിൽ. ഇത് വൃത്തികെട്ടതിൻ്റെ ഒരു ചെരുപ്പാണ്. ആ വൃത്തികെട്ടതിൻ്റെ തലയാണിത്. അകലത്തെ മുളയുൾ കടലിന്റെ കരളിലെ കനവിന് കട നൽകി മുളവാടി കാറ്റാടി കടലിന്റെ കഥയെല്ലാം കാടറി